ഹലോ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ചിക്കൻ നഗറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വളരെ നന്ദി. തുടർന്നുള്ള വീഡിയോകളും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഷെയർ ചെയ്യാമെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു 4 ബ്രെഡ് എടുക്കുക. ഇത് നമുക്ക് പീസായിട്ടങ്ങ് മുറിക്കാം. ഇതുപോലെ പീസായിട്ട് ഒന്ന് മുറിക്കാം. നമുക്ക് ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ഈ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് നമ്മൾ ഒഴിച്ച് കൊടുത്തു. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ വെളിച്ചെണ്ണ നമ്മൾ അതിലോട്ട് ഒഴിക്കുന്നു. ഇതുപോലെ എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴയ്ക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതെടുക്കാം. സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ ഒക്കെ എടുക്കാം. ചിലപ്പോൾ സർക്കിളായിട്ട് എടുക്കണമെങ്കിൽ റിങ്സ് വെച്ചെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ അതെടുക്കാം. അതിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് വൈറ്റ് പെപ്പറാണ്, ഒരു 1/2 ടീസ്പൂൺ. പാലൊഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിപ്പ് ചെയ്യാനുള്ളത് റെഡിയാക്കി കഴിഞ്ഞു. ആദ്യം അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ ആ കോൺഫ്ലോറിലൊന്ന് കോട്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ആ എഗ് മിക്സിനകത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും എടുത്ത്
വീണ്ടും എടുത്ത് ആ ബ്രെഡ് ക്രംസിനകത്തൊന്ന് കോട്ട് ചെയ്യും. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. വലിയ പാടൊന്നുമില്ല, നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് ഇതുപോലത്തെ എൻ്റെ വീഡിയോകൾ കാണാനായി നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഏതായാലും ഈ ഒരു അവസരം നമ്മൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഒത്തിരി പഴയതിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒക്കെ നമ്മൾ തന്നെ എടുത്ത് അത് പാകം ചെയ്യുന്നു, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു എന്ന് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു തനിമയുണ്ട്, പ്രത്യേക ഒരു ഗുണമുണ്ട്. അങ്ങനെ പല വീടുകളിലും ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കാണുന്നതും കേൾക്കുന്നതും വളരെ സന്തോഷം. തുടർന്നും ഈ രീതി മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ടേക്ക് കെയർ.